ആഫ്രിക്കയിൽ പടിഞ്ഞാറൻ മാലിയിൽ 5 ഇന്ത്യക്കാരെ ഇസ്ലാമിക തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത. ആഫ്രിക്കയിൽ വളർന്നു വരുന്ന ഇസ്ലാമിക തീവ്രവാദ ശൃംഖലകൾ ഇനി ഇന്ത്യക്ക് ഒരു വിദൂര ഭീഷണി അല്ലെന്നാണ് ഇതിലൂടെ വരുന്ന വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ്. 2025 നവംബർ 7-8 തീയതികളിൽ സഹേൽ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന കലാപത്തിനിടയിൽ മാലിയിലെ കോബ്രിക്കിന് സമീപം വൈദ്യുതീകരണ പദ്ധതികളിൽ ജോലി ചെയ്തിരുന്ന 5 ഇന്ത്യൻ ജീവനക്കാരെയാണ് ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ISIS-ഉം അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകളുമായിട്ട് നിരന്തര പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആഫ്രിക്കയിലെ മാലി രാഷ്ട്രം. മാലി, ബുർക്കിന ഫാസോ, നൈജർ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സഹേൽ മേഖലയെ പാശ്ചാത്യ സുരക്ഷാ വിശകലന വിദഗ്ധർ പറയുന്നത് തന്നെ ഭീകരവാദത്തിന്റെ എപ്പിക് സെന്റർ അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രമാണ് എന്നാണ്. ഇതാദ്യമായിട്ടല്ല. മുൻപ് ഈ വർഷം തന്നെ ജൂലൈയിലും 3 ഇന്ത്യൻ പൗരന്മാരെ മാലിയിൽ വെച്ച് ഇസ്ലാമിക തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോയിരുന്നു. അതേസമയം നൈജീരിയയിലും പരിസരങ്ങളിലും ISIS ബാക്കിംഗ് ഉള്ള മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പായിട്ടുള്ള ബൊക്കോ ഹറാം ഏതാണ്ട് 1 ദശാബ്ദത്തിന് മേലെയായിട്ട് അവിടെയുള്ള ക്രിസ്ത്യാനികളെ തട്ടിക്കൊണ്ടു പോവുകയും നിഷ്ഠൂരം വധിക്കുകയും ചെയ്യുകയാണ്. ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകൾ ഒരു രാജ്യത്തിന് മാത്രം നിൽക്കുന്നതല്ല, പകരം ഇവർ ആഫ്രിക്കയിൽ ഉടനീളം വ്യാപിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുർബല സുരക്ഷയുള്ള അതിർത്തികളിലൂടെ നുഴഞ്ഞു കയറി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ദുർബലമായ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ഇവർ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ആഗോള ജിഹാദിസത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ ഒരു ആഗോള ജിഹാദിസത്തിന്റെ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വപ്ന പദ്ധതിയുമായാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതിന്റെ ആദ്യ പടിയായിട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡം പിടിച്ചടക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയാണ് ആഫ്രിക്കയിലെ ഭീകര ശൃംഖലകൾ കൂടുതൽ അക്രമാസക്തമായി വളരുകയാണെന്നും ഒരുപക്ഷെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് അപ്പുറത്തേക്ക് അവർക്ക് ഭീഷണി ഉയർത്താൻ കഴിഞ്ഞേക്കുമെന്ന് US ആഫ്രിക്ക കമാൻഡ് മേധാവിയായിട്ടുള്ള അമേരിക്കയിലെ ആഫ്രിക്ക കമാൻഡ് മേധാവി അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു വിദേശ രാജ്യത്ത് അവരുടെ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇന്ത്യ അതിന്റെ അടിയന്തര പദ്ധതികളും നയതന്ത്ര ഏകോപനവും രക്ഷാപ്രവർത്തന സന്നദ്ധതയും എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ പ്രവാസികളുടെ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുമായും ആഫ്രിക്കൻ യൂണിയൻ പോലുള്ള ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളുമായും ഇന്റലിജൻസ് സുരക്ഷാ സഹകരണം ഇന്ത്യ വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സഹേൽ മേഖലയിലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിൽ കോർപ്പറേറ്റുകളും എംബസികളും തമ്മിലുള്ള ഒരു ഏകോപനം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും മാലിയിലുള്ള ഇന്ത്യക്കാർ ഒന്ന് ജാഗരൂകരായി ഇരിക്കുക എന്ന് ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.